വെൽക്കം ടു ട്രേഡ്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇന്ന് പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക് ഒരു ബെയറിഷിന്റെ ഒരു സൂചനയാണ് തരുന്നത്. പക്ഷേ മാർക്കറ്റ് കാര്യമായിട്ടൊരു ചലനം ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും മിക്കവാറും സാധ്യത. എനിവേ വൺ ഡേ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലെവലാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ലെവൽ നോക്കിയാൽ കാണാം ഇവിടെ എല്ലാം മാർക്കറ്റ് ഇതിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ രണ്ട് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു തവണ ഇതിന്റെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നത്തെ തവണ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതിന്റെ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇതിന്റെ മുകളിൽ പല തവണയും വന്നിട്ട് ക്ലോസ് ചെയ്യാതെ താഴോട്ടേക്കാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടായിരിക്കും നല്ല അത്യാവശ്യം മോശമില്ലാത്ത റേഞ്ച് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നോക്കിയാൽ കാണാം, ഈ ലെവലാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത്. ഇവിടെയൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ല ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഈ ലെവലിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് 61.218, അതുപോലെ 60.817 ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം ഈ ലെവലിലേക്ക് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ആ ലെവലിനെയും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് വരുന്നത് 62.539, അതുപോലെ 61.987 ആണ്. ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി താഴെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്. മാർക്കറ്റ് അങ്ങോട്ട് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നിരുന്നാലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് 60.322, അതുപോലെ 59.933 ആണ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സപ്ലൈ നടന്ന ഏരിയയിൽ നിന്നാണ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. ഈ ലെവലിനെ വീക്ക്ലി അനാലിസിസിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 61.964, അതുപോലെ 61.748 ആണ്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ലെവലിലും ഇവിടെയും ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിന് തൊട്ട് താഴെ ഉള്ളത് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. ഇവിടെയും എന്ന് പറഞ്ഞത് ഈ ലെവലിലാണ് പറഞ്ഞത് സപ്പോർട്ട് ഏരിയ ഉണ്ട് എന്നുള്ളത്. അവിടേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ ഇത്തിരി കൂടി സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഉള്ളതുകൊണ്ട് ഇതിനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. ഇനി എൻട്രി ചാൻസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, നല്ലൊരു കൺഫർമേഷൻ കിട്ടി ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഈ റേഞ്ചിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. ബൈ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഏറെക്കുറെ ഈ ഒരു ലെവൽ വരാം. അതുപോലെ തന്നെ ഈ ലെവലിലേക്ക് ഇനി വീണ്ടും വന്ന് ഒരുപക്ഷെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നും മാർക്കറ്റ് ചിലപ്പോൾ കുറച്ച് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബൈ എൻട്രിയും ഇത് സെൽ എൻട്രി. ഇനി സംഭവിക്കാനുള്ളത് മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബൈ എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി ഉണ്ട്. പക്ഷെ അത് കാര്യമായിട്ട് നമുക്ക് സെൽ എൻട്രി എടുക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ആ ഒരു ഏരിയയിലേക്കായിരിക്കാം കൂടുതലും വരാനുള്ള സാധ്യത. അതുപോലെ തന്നെ താഴോട്ടും ഉണ്ട്. അപ്പൊ ആ ഒരു രണ്ട് ലെവലിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈ എൻട്രി നോക്കാം. അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.